കഴിഞ്ഞ് ആ അപ്പൊ ചെയ്യാത്തതിന് ക്യാപ്റ്റനെ മെൻഷൻ ചെയ്തിട്ട് വെച്ച് തെറി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയല്ല, ക്യാപ്റ്റനെ മെൻഷൻ ചെയ്തിട്ട് തെറി പറഞ്ഞപ്പോ ഞാൻ റിമൂവ് ചെയ്തു. ആ ഓക്കെ കിങ് ഓഫ് മെലഡി എന്ന് പറഞ്ഞ ഐഡി. ഓക്കെ അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോ നയന എന്ന് പറഞ്ഞൊരു ഐഡി വന്നു. അത് ആ അത് വന്നിട്ട് അവൻ എന്തിനാ റിമൂവ് ചെയ്തെന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും അവന്റെ അമ്മ എന്തൊക്കെ ഭയങ്കര റോങ് ആയിട്ട് അവിടെ പ്ലാറ്റ്ഫോമിൽ നയന എന്ന് പറഞ്ഞ ഐഡി. അത് ഈ നവനീത ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് കിങ് ഓഫ് മെലഡി കണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ തരാം. അത്ര വൃത്തിയായിട്ട് തരിക. അത് നമ്മുടെ പ്ലാറ്റ്ഫോമിലൊക്കെ എന്തോറും മനുഷ്യന്മാരുണ്ട് പറയും. അത് അങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് പറയുമ്പോ തന്നെ അത് എന്താ പറയാ, നമ്മൾ ഏത് റൂം ബ്രോ ഇപ്പൊ ഫാമിലി ഉള്ളതല്ലേ, അതെ ഏത് ഫാമിലി ആണെങ്കിലും പാർട്ട് റൂം ആണെങ്കിലും ഇതുപോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആരെങ്കിലും റിമൂവ് ചെയ്യും. അപ്പൊ ഞാനും കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഏതൊരു ഐഡി ആ നവനീതം എന്ന് വെച്ച് തന്നെ ഇതുവരെ വരാത്ത ആ റൂമിൽ വന്നപ്പോ നമ്മൾ ഓട്ടോമാറ്റിക് അതും ക്യാപ്റ്റനെ മെൻഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഹായ് എന്ന് ഇട്ടപ്പോഴേക്കും ഞാൻ റിമൂവ് ചെയ്തു. കാരണം ഒരുപാട് ഇല്ല വേറെ തെറി കിങ് കേൾക്കാനുള്ള മെലഡി തെറി വിളിച്ചു എന്നുള്ളത് ഉറപ്പല്ലേ? അത് 100% ബ്രോ. അത് അല്ലാതെ ഞങ്ങൾ ഒരിക്കലും പാർട്ട് റൂമിൽ അല്ല നമ്മളതിനെ അത് എനിക്കറിയാം, പ്രിയയുടെ റൂം എനിക്കറിയാം. ഒബ്വിയസ്ലി പ്രിയ ഒരു ആ പ്രോഗ്രാമിനൊക്കെ വന്നിട്ടുള്ളതായിട്ടൊരു പ്രിയൻ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ വെറുതെ റിമൂവ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ പ്രിയ എന്നോട് ചോദിച്ചു, ശിവ ഞാൻ നോക്കട്ടെ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് പിന്നെയാണ് പ്രിയ എന്നോട് പറഞ്ഞത് സതീഷ് എന്നോടൊന്ന് ചോദിച്ചു നോക്കൂ ശിവ എന്ന് പറഞ്ഞായിരുന്നു. അതാണ് ഞാൻ പിന്നെ ഓക്കെ ഓക്കെ സതീഷേനെ ഓക്കെ. അപ്പം തന്നെ ഫോളോ ചെയ്തിട്ട് സതീഷ് എന്നോട് ചോദിച്ചു. കാരണം അത് കിങ് മെലഡി അപ്പ് ചെയ്യാൻ പറഞ്ഞ കേട്ടൂടെ വെച്ചിട്ട് തെറി പറഞ്ഞിട്ടാണ് കിങ് മെലഡി ഇരുന്നായിരുന്നത്. അപ്പൊ ഞാൻ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് നയന എന്ന് പറഞ്ഞ ഐഡി വന്നിട്ട് വൃത്തികെട്ട സംസാരമായിരുന്നു ബ്രോ. അത് ഒരു പറയാൻ പോലും പറ്റിയ. അപ്പൊ ഞാൻ അത് റിമൂവ് ചെയ്തു. പിന്നെ നവനീതം എന്ന് പറഞ്ഞ ഫാമിലി എന്ന് പറഞ്ഞൊരു ഐഡി ഒന്ന് ഇന്ന് ഇട്ടുള്ളൂ. അപ്പോഴേക്ക് ഞാൻ പേടിച്ചിട്ട് കളഞ്ഞ. കാരണം പിന്നെ തെറി കേൾക്കാനുള്ള ഒരു ഇതില്ല. നമ്മുടെ റൂം ഭംഗിയായിട്ട് പോണതാണ്. അപ്പൊ അവിടെ വന്ന് അങ്ങനെ അസഭ്യമൊക്കെ പറയുമ്പോ നമ്മൾ ആരെയും റിമൂവ് ചെയ്യും, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ എന്നിട്ട് നവനീതം ക്യാപ്റ്റന് ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്താലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്താ കാര്യം ഇതൊക്കെ കൊടുത്തിട്ട് എനിക്കൊന്ന് തരാൻ പറ്റുമോ അത്? ഈ നയന എന്ന് പറഞ്ഞ ആളുടെ തെറി എന്തെങ്കിലും എടുക്കുന്നുണ്ട്. അത് തന്നാൽ മതി. അത് ആരാന്ന് അറിയില്ല. ഓക്കെ, ഞാൻ തരാം, ഇവരിട്ട് തരാം. മറ്റേത് ഞാൻ കിട്ടുമെന്ന് നോക്കട്ടെ. വൈകുന്നേരം വേറെ ആളുടെ ഉണ്ട്. ഞാൻ എടുത്തു വെച്ചിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ റിമൂവ് ചെയ്യുന്ന തിരക്കിലത് എടുക്കാനുള്ളത് മറന്നുപോയി. ഞാൻ റിമൂവ് ചെയ്യും. നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കുക. ആരെങ്കിലും ചിലവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്നേ പാട്ടിനൊക്കെ ഭയങ്കര മോശമൊക്കെ പറഞ്ഞ് കമന്റ് ഇടും. അപ്പൊ നമ്മളിത് മാത്രം പാടാതെ ഇങ്ങനെ നോക്കി നിൽക്കും, ഗിഫ്റ്റ് ഒക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പൊ അതുപോലെ ഇത് നയനാന്ന് പറഞ്ഞ ഐഡിയ ആരാന്ന് പോലും അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും അവനായിട്ട് ബന്ധമുള്ളതാണല്ലോ. ഇന്ന ആൾ എന്തിനാ കാരണം പുറത്താക്കി എന്നോട് ആരും ലക്ഷ്മി പ്രിയ പറഞ്ഞു അവളുടെ പാർട്ട്ണർ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ആദ്യം നെറ്റ് പോയി, രണ്ടാമത് നെറ്റ് പോയിട്ട് കയറി പാർട്ട്ണർ എന്ന് വന്ന പറയുന്നത് സമയത്ത് ലക്ഷ്മി പ്രിയ ഇവനാണോ കിങ് കിങ് മെലഡി. കിങ് ഓഫ് മെലഡി? അപ്പോൾ കിങ് മെലഡിനെ റിമൂവ് ചെയ്തു. പാർട്ട്ണർ മാത്രല്ല ശിവ, ആ ശരിക്കും ഹസ്ബൻഡിനാണ്. റിയൽ ഹസ്ബൻഡ് ആണ്, സ്റ്റാർ മേക്കർ കപ്പിൾസ് ആണോ? ആണ്. ഓക്കെ ആ ഓക്കെ ഓക്കെ. അപ്പോൾ കിങ് മെലഡീനെ റിമൂവ് ചെയ്തത് എന്തെന്ന് ചോദിക്കാൻ പോയ ലക്ഷ്മിനെ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞു. കാരണം നമുക്ക് കിങ് മെലഡിനെക്കാളും കൂടുതൽ അടുപ്പമുള്ളത് ലക്ഷ്മി പ്രിയനെയാണ്. അപ്പം ഞാൻ ചോദിച്ചു ലക്ഷ്മി നിന്നെ റിമൂവ് ചെയ്തു, അങ്ങനെയാണ് ആരാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് ഇതുപോലെ പ്രിയ വിയോൺ ഫാമിലിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ പ്രിയനെ ഞാൻ മെഗാനോവ X2025 പരിചയപ്പെട്ടതാണ്. അവിടെ ഹോസ്റ്റ് ചെയ്തപ്പോൾ പരിചയപ്പെട്ടതാണ് പ്രിയനെ. അപ്പം ഞാൻ പ്രിയ എടുത്ത് ചോദിച്ചിട്ട് എന്താ കാര്യം ഒന്ന് നോക്കിയിട്ട് പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ പ്രിയ പറഞ്ഞ് ഞാൻ കയറിയിട്ട് 3-4 ദിവസം ശിവ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് സതീഷ് ചേട്ടൻ അടിക്ക് റിമൂവ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഞാനാ 3 ഐഡി റിമൂവ് ചെയ്ത്. സെക്കൻഡ് ഐഡി ആണോ? നയന ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ. ലക്ഷ്മിക്ക് രണ്ട് ഐഡിയ ഉള്ളൂ. അവളെ ഹസ്ബൻഡിനെ റിമൂവ് ചെയ്തോണ്ടാണ് ചോദിക്കാൻ വന്നേ. അപ്പോഴാണ് അവളെ റിമൂവ് ചെയ്തത്. അപ്പൊ കാരണം എന്താ ശിവ എന്നൊന്ന് ചോദിക്കൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയടാ ഞാൻ ഭാഷയിൽ സംസാരിച്ചോണ്ടാ, വേറെ ഒന്നുമല്ല. ശരിക്കും അന്ന് ഏത് പേരായിരുന്നു എനിക്ക് ഓർമ്മയില്ല. പിന്നെ പേര് മാറ്റി ഇല്ല, ആ പേരിൽ തന്നെ ആയിരിക്കുമല്ലോ. ഞാൻ ഇതിലിട്ടേരാ ബ്രോ. നെറ്റ് പോയപ്പോ പിന്നെ വന്നിട്ട് അപ്പാക്കാൻ പറഞ്ഞതായിരിക്കും അല്ലേ? ഇവരുടെ റൂമിൽ കൊടുക്കുള്ളൂ ഒരാൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ഇവൻ താഴെ നിന്ന് കളിയാക്കി ഇങ്ങനെ പാട്ടിനെ. അപ്പൊ ആ ബ്രോ എന്നോട് പറഞ്ഞു, വലിയ പ്രൊഫഷണൽ സിംഗർ വന്നിട്ടല്ലോ, അവൻ പോയോ എന്നൊക്കെ ചോദിച്ചാൽ എന്റെ ഐബിലൊന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞൊരു പെൺകുട്ടി ഐവ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോ അതിനെ പുച്ഛിച്ച് ഇങ്ങനെ കളിയാക്കണ ഇമോജി ഇട്ടിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോട്ട് ചെയ്തു. കാരണം ഇവനെ ഏത് നിമിഷം കളയാനായിട്ട് ഞാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കായിരുന്നു. അപ്പൊ ആള് ക്യൂ അപ്പ് ചെയ്യാൻ ക്യാപ്റ്റനോട് പറഞ്ഞു. ക്യാപ്റ്റൻ കണ്ടില്ല. ക്യാപ്റ്റൻ അങ്ങനെ ഇവിടെ ഉണ്ടാവില്ല, ഐഡി ഉണ്ടെങ്കിൽ പോലും റൂമിൽ അങ്ങനെ.
അത് കഴിഞ്ഞ് ഒരു തെറി കൂട്ടി ക്യാപ്റ്റനെ മെൻഷൻ ചെയ്തിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടില്ല എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് നയനാന്ന് പറഞ്ഞ ഐഡിയ വന്നിട്ട് അവൻ എന്ത് ആരെ പുറത്താക്കിയെന്ന് ചോദിച്ചിട്ട് അവന്റെ അമ്മേനെ അങ്ങനെയൊക്കെ വിളിച്ച് അങ്ങനെ ഒരു രീതിയിൽ അവിടെ വന്ന് വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചു. അത് ഞാൻ ഇതില് എനിക്ക് എന്താ പറയാ അവസ്ഥ പോരാ. അത് കഴിഞ്ഞ് പിന്നെ ആ ഫാമിലിയിൽ ഒരു ഐഡി വരുമ്പോ നമ്മള് സ്വാഭാവികമായി ചെയ്യില്ല ബ്രോ. ഇതുവരെ വരാത്തൊരു ഐഡി വരുമ്പോ അത്രേ ഉള്ളൂ. ലക്ഷ്മി പ്രിയോട് അതാ ഞാൻ ചെയ്തു. ഞാൻ ഇതിലിട്ട് തരാം. അപ്പോൾ ഞാൻ എന്തായാലും കിങ്ങിനോട് ചോദിക്കാം, ലക്ഷ്മിയോട് ഞാൻ ചോദിക്കാം. കാരണം എനിക്ക് കിങ്ങിനേക്കാളും പരിചയം ലക്ഷ്മിയാണ്. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ അവളെ ഭർത്താവിനെ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. കാരണം ഒക്കെ ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഇപ്പൊ തന്നെ ഇട്ടുണ്ട് ഐഡിയ. ഓക്കെ. അത് ഈ നയനാന്ന് പറഞ്ഞ ഐഡിയ കേട്ടോ. മറ്റേത് ഞാൻ കിട്ടണമെങ്കിൽ ഞാൻ ഇട്ടുതരാം. അത് ആരോട് ഷെയർ ചെയ്യണ്ട ഈ മെസ്സേജ്. അത്ര നല്ല ഐഡിയ. ഇങ്ങനെ പറയുമ്പോ എന്താ ബ്രോ ചെയ്യണ്ടേ? അതുകൊണ്ടാ പറഞ്ഞേ, വേറെ ഒന്നുമില്ല. കളയാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. ആ ഫാമിലി കാണുമ്പോ തന്നെ റിമൂവ് ചെയ്യാന് ഞാൻ പിറ്റേ ദിവസമൊക്കെ നോക്കിയിരിക്കുന്നു പരിചയമില്ലാത്ത ഐഡികൾ വരുമ്പോ. ആര് കയറി ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ. കളയാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. വീണ്ടും വരുന്നിട്ടൊരു ഇതുണ്ടായിരുന്നു. ഓക്കെ സതീഷ് ചേട്ടാ, ഞാൻ ഓക്കെ ഞാനൊന്ന് മഞ്ജുവായിട്ടൊന്ന് സംസാരിക്കട്ടെ.